ഹായ് മക്കളെ, എല്ലാവർക്കും നല്ല കിടിലൻ ഗുഡ് ഈവനിങ്. സാർ പറയുന്നത് നല്ല അടിപൊളിയായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ച്. യെസ്, ഓക്കെ. അപ്പോൾ ഇനി പാരൻസിനൊക്കെ ലീവ് ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ പിൻമോൾ ടീച്ചറും അതേപോലെ തന്നെ ശ്രീനാഥ് സാറൊക്കെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുട്ടികളും പാരൻസും എല്ലാവരും കേട്ടു. അപ്പോൾ അത് അതേപോലെയൊക്കെ തന്നെ എന്ത് ചെയ്യാം, എല്ലാവരും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം അല്ലേ? സെറ്റാണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ, സെറ്റാണെങ്കിൽ. അപ്പോൾ ഇന്ന് നമ്മുടെ കുട്ടികൾ എന്താ പറയുക, 6ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് 7ാം ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ് ആണ്. ഞാൻ ചോദിക്കട്ടെ മക്കളെ, സ്കൂളിൽ ഇന്ന് സോഷ്യൽ സയൻസ് ക്ലാസ് ഒക്കെ എടുത്തോ? ടീച്ചേഴ്സ് എന്തെങ്കിലും എടുത്തെങ്കിൽ ഒന്ന് കഴിച്ച് കാണിച്ചേ. ഇന്നൊന്നും എടുത്തില്ല അല്ലേ? ഇന്ന് അവർ കുറേ കാര്യങ്ങളൊക്കെ ഒരു പരിചയപ്പെടുകയാണ് ചെയ്തേക്കണം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവർ എടുക്കുന്നതിന് മുൻപേ നമുക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണെങ്കിൽ ഒന്ന് കഴിച്ച് കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ യെസ്, ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും തന്നെ ടൈം കളയാനില്ല, നമുക്ക് നേരെ നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സിലേക്ക് പോയാലോ? അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ പേരൊന്ന് പറയട്ടെ. എൻ്റെ പേര് ജിഷ്ണു എന്നാണ്. ജിഷ്ണു സാർ എന്നാണ് എന്നെ ഇവിടെ എല്ലാവരും വിളിക്കാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വിളിക്കാം അല്ലേ സാറ്? ഓക്കെ, ജിഷ്ണു എന്നാണ് എൻ്റെ പേര്. ഓക്കെ, ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് ഏതാണ്? സോഷ്യൽ സയൻസ് ആണ് ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ മാത്രമല്ല കേട്ടോ ഇവിടെ സോഷ്യൽ സയൻസ് എടുക്കുന്ന മറ്റനേകം അധ്യാപകരുണ്ട്. അതിലൊരാളാണ് ഞാൻ. അതേപോലെ മറ്റൊരുപാട് സബ്ജക്റ്റ് നിങ്ങൾ ഇനി ഒരുപാട് ടീച്ചേഴ്സിനൊക്കെ ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. മാത്തമാറ്റിക്സ് എടുക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ. നിങ്ങൾക്ക് പിന്നെ സയൻസ് എന്നാണ് പറയാം. അപ്പോൾ സയൻസ് സബ്ജക്റ്റ് എടുക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അവരൊക്കെ ഓരോ ദിവസങ്ങളിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, വരും. നമ്മൾ സോഷ്യൽ സയൻസ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളെല്ലാവരെയും ഞാൻ കാണുന്നുണ്ട്. എനിക്കിപ്പോൾ ഓരോരുത്തരെയും വിളിച്ച് പേര് ചോദിക്കാൻ പറ്റില്ല. ഞാൻ പതിയെ പഠിച്ചോളാം. ഇപ്പോൾ ഞാൻ എല്ലാവരെയും വിളിച്ച് പേര് ചോദിച്ചാൽ ഞാനത് ഓർക്കൂല, ഞാൻ മറന്നു പോകും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തോളാം, പതിയെ നിങ്ങൾ ഓരോരുത്തരെയും ഇൻട്രാക്റ്റ് ഒക്കെ ചെയ്ത് സംസാരിച്ച് ഞാൻ പേരൊക്കെ പഠിച്ചോളാം. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും ഒന്ന് കൈവീശി കാണിച്ചേ, നല്ല രീതിയിൽ ഒന്ന് കൈവീശി കാണിച്ചേ. ഓക്കെ, നമ്മുടെ കൃഷ്ണ അല്ലേ, കൃഷ്ണ എന്ന സാറേ കുട്ടിയുടെ പേര് 2ാമത്തെ റോയിൽ 3ാമതിരിക്കുന്നത്. ഏറ്റതാ അതന്നെ. കൃഷ്ണഹാര എന്നായിരിക്കും ചിലപ്പോൾ, കൃഷ്ണഹാര എന്ന പേരും തോന്നുന്നു അല്ലേ? കുട്ടിയുടെ പാരൻ്റൊക്കെ ഇരിക്കുന്നുണ്ട്. ഹായ് മോനെ. ഓക്കെ, അപ്പോൾ നമുക്ക് സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സിലേക്ക് പോവാം. മക്കളെ റെഡിയാണോ? ടെക്സ്റ്റ് ഒക്കെ കിട്ടിയോ? സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് ഒക്കെ കിട്ടിയോ നിങ്ങൾക്ക്? ചില കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടാവും, ചില കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, സാറ് പഠിപ്പിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി ഇന്ന് കേട്ടോ. നമുക്ക് അടുത്ത ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ടെക്സ്റ്റ് ഒക്കെ കിട്ടും അല്ല? അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യും. ഇന്നിപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ 1ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് മെഡീവൽ ഇന്ത്യ എന്നാണ്. മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളോട് ഞാൻ പറയാം, മധ്യകാല ഇന്ത്യ എന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര്, മെഡീവൽ ഇന്ത്യ. നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. മെഡീവൽ ഇന്ത്യ എന്താണ്? ഈ മെഡീവൽ ഇന്ത്യ എന്ന് അഥവാ മധ്യകാല ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയാമോ എന്താണ് ഈ മെഡീവൽ ഇന്ത്യ അല്ലെങ്കിൽ മധ്യകാല ഇന്ത്യ? നമുക്ക് ആരോട് കൃഷ്ണഹാരോട് ചോദിച്ചാലോ? യെസ്, ഹായ് മോനെ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തടാ. അൺമ്യൂട്ട് ചെയ്ത ഓപ്ഷൻ വന്നിട്ടുണ്ട്. മോനെ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരെന്താണ്? ഓക്കെ, എന്താണ് ഈ മെഡീവൽ ഇന്ത്യ എന്ന് പറഞ്ഞാല് അഥവാ മധ്യകാല ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാമോ? ഇല്ല, കേട്ടിട്ടില്ലേ? മെഡീവൽ ഇന്ത്യ എന്നൊന്നും കേട്ടിട്ടില്ലേ? ഇല്ല. ഓക്കെ, അപ്പൊ സാർ തന്നെ പറയാം, കുഴപ്പമില്ല. മക്കളെ, നമ്മൾ സോഷ്യൽ സയൻസിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്ന ഒരു വിഷയമാണ് ഹിസ്റ്ററി അഥവാ ചരിത്രം. നിങ്ങളിപ്പോൾ 6ാം ക്ലാസ്സിൽ ഒരുപാട് മുൻപത്തെ ചരിത്രമൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, മെസോപ്പൊട്ടോമിയ, അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ. അതിനു മുമ്പ് പ്രിമേറ്റീവ് ഹ്യൂമൻസ് അഥവാ മനുഷ്യൻ, ഹോമിനോയിഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. അങ്ങനെ മുൻപ് ഉണ്ട്. അത് പഴയ ചരിത്രമാണ്. അതിന് നമ്മൾ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി എന്ന് പറയും, പഴയകാല ചരിത്രം. അത് കഴിഞ്ഞ് നമ്മുടെ ലോകത്ത് മനുഷ്യന്മാരായി ഒരിടത്ത്
സ്ഥിരമായിട്ടൊരു രാജ്യത്തൊക്കെ താമസിക്കാനൊക്കെ തുടങ്ങിയ ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5th സെഞ്ച്വറി ടു 15th സെഞ്ച്വറി വരെയുള്ള കാലഘട്ടമാണ്. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെ കാലഘട്ടം, അഥവാ CE കോമൺ എറ. 5th സെഞ്ച്വറി 5ാം നൂറ്റാണ്ട്, അതായത് 500 CE 500 CE 500 അല്ലെങ്കിൽ 600 മുതൽ CE 1600 വരെയുള്ള ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേര് മെഡീവൽ വേൾഡ്, മധ്യകാല ലോകം എന്ന് വിളിക്കും. സാറ് പറഞ്ഞത് ക്ലിയർ ആയെങ്കിലും ഒന്ന് കൈവീശി കാണിച്ചേ. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യ എങ്ങനെയായിരുന്നു, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാം. അതായത് 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെ. ഇന്നിപ്പോൾ നമ്മൾ ജീവിക്കുന്നത് 21ാം നൂറ്റാണ്ടിലാണ്. 5ാം നൂറ്റാണ്ട് കഴിഞ്ഞു, 6ാം നൂറ്റാണ്ട് കഴിഞ്ഞു, 7, 8, 9, 10, 11, 12, 15, പിന്നെ 16, 17, 18, 19, 20, 21. നമ്മളിപ്പോൾ 21ാം നൂറ്റാണ്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ 5ാം നൂറ്റാണ്ട് മുതൽ 5th സെഞ്ച്വറി ടു 15th century period. In between 5th century to 15th century period is called medieval world. ആ medieval worldൽ in the medieval world നമ്മുടെ ഇന്ത്യയിലെ സിറ്റുവേഷൻസ് ആണ് മെഡീവൽ ഇന്ത്യ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ യെസ്. അപ്പോൾ മെഡീവൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 രാജവംശങ്ങൾ, അതായത് 2 മൊണാർക്കീസ്, മൊണാർക്കി എന്ന് പറയാൻ അല്ലെങ്കിൽ എംപയർ, 2 വലിയ സാമ്രാജ്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ കാണുന്ന ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചത്. ഈ ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ. എന്നാ എനിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞുതരാമോ, ഇത് എന്താണ്, ഈ കാണുന്ന ചിത്രം എന്താണെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞുതരാമോ? ആര് പറഞ്ഞു തരും? ഒരുപാട് പേര് കൈവീശുന്നുണ്ട് സാറേ. ഒരാളെ ഒന്ന് വിളിച്ചേ. ആരാണ്? നമ്മുടെ ഫിമ. യെസ്, ഹായ് മോനെ. ഗുഡ് ഈവനിങ് മോനെ. സ്കൂളിലൊക്കെ പോയിട്ട് ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? പനിയായിരുന്നോ അതോ പണിയായിരുന്നോ? പനിയായിരുന്നു അല്ലേ? അവിടുന്ന് പോവാൻ പറ്റിയില്ല. നല്ലൊരു ദിവസം മിസ്സായി പോയല്ലേ? വിഷമുണ്ടോ? പുതിയ ബാഗൊക്കെ വാങ്ങിച്ച് അല്ലേ, പുതിയ ഡ്രസ്സൊക്കെ അതെല്ലാവരും പുതിയ യൂണിഫോം ഒക്കെ തയ്ച്ചല്ലേ? കുഴപ്പമില്ല. നമ്മളത് ഇന്നൊരു ദിവസത്തേക്ക് വേണ്ടി മാത്രമല്ലല്ലോ, നമുക്ക് ബാഗ് ഈ ഒരു വർഷം മുഴുവൻ ഉപയോഗിക്കണം അല്ലെ? ബുക്സ് കാര്യങ്ങളൊക്കെ നാളെ പോവില്ലേ? അപ്പ കുറവുണ്ടോ? അപ്പൊ കുഴപ്പമില്ല, ഇന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് കിടന്നാൽ മതി. അപ്പൊ നാളത്തേക്കൊക്കെ സെറ്റ് ആയിക്കോളും കേട്ടോ. അപ്പോ മോന് ഇതെന്താണെന്ന് മോന് മനസ്സിലായ? അന്ന് ഇതെന്താണെന്ന് പറഞ്ഞേ. റെഡ് ഫോർട്ട്, ചെങ്കോട്ട. എന്താണ് റെഡ് ഫോർട്ടിന്റെ പ്രത്യേകത? അത് ശരിയാണ്. പക്ഷെ അതിനേക്കാൾ വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 15-ാം തീയതി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗ് ഉയർത്തുന്നത് ഇവിടെയാണ്, റെഡ് ഫോർട്ടിലാണ്. ശരിയല്ലേ? ഇത് ആരാണ് പണിതെന്ന് നിങ്ങൾക്ക് അറിയാമോ? റെഡ് ഫോർട്ട് പണിതത് ഏതെങ്കിലും എഞ്ചിനീയർ ആയിരിക്കും, ആർക്കിടെക്ട് ആയിരിക്കും. ബട്ട് ഇത് പണിതത് വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹി ആസ്ഥാനമായിട്ട് അല്ലെങ്കിൽ ഡൽഹി ഭാഗത്ത് നിന്നും നോർത്ത് ഇന്ത്യ ഒട്ടാകെ ഭരിച്ചിരുന്ന ഒരു വലിയൊരു ഭരണം ഉണ്ടായിരുന്നു, രാജാക്കന്മാർ ഒരു ഭരണം ഉണ്ടായിരുന്നു. മുഗൾ രാജാക്കന്മാർ എന്നാണ് അവർ വിളിച്ചത്. മുഗൾ കിങ്സ്, മുഗൾ എംപയർ, മുഗൾ സാമ്രാജ്യം എന്നൊക്കെ പറയും. ആ മുഗൾ എംപയറിലെ ഷാജഹാൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടാവും. താജ്മഹൽ ഒക്കെ പണിതത് പുള്ളിയുടെ തന്നെ മറ്റൊരു ഇതാണ് എന്ത്, റെഡ് ഫോർട്ട്. പുള്ളി പണിതാണ്. ഇതൊരു പ്യുവർ ഇന്ത്യൻ സ്റ്റൈൽ അല്ല, ഒരു ഇന്ത്യൻ പേർഷ്യൻ സ്റ്റൈലാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെ? ഒരു പേർഷ്യൻ സ്റ്റൈലും കൂടെ നിങ്ങൾക്ക് തോന്നില്ല? ഒരു മുസ്ലിം പള്ളിയുടെ ഒക്കെ ഒരു ലുക്ക് ഇതിന് കാണുന്നില്ലേ? മോസ്കിന്റെ ഒക്കെ ഒരു ലുക്ക് കാണുന്നില്ലേ? ശരിയാണെങ്കിൽ ഒന്ന് കഴിച്ച് കാണിച്ചേ. അതോടൊപ്പം തന്നെ ഒരു ഇന്ത്യൻ സ്റ്റൈലും ഉണ്ട് അല്ലെ? അപ്പൊ ഇത് പണി കഴിപ്പിച്ച രാജവംശമാണ് മുഗൾ രാജവംശം. ഇത് ബിൽഡ് ചെയ്ത ഒരു എംപയർ ആണ് മുഗൾ എംപയർ. നമ്മൾ ഈ ചാപ്റ്ററിൽ മുഗൾ എംപയറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ചോദിക്കും ഇതെന്താണ്? ഇത് വേറെ ഒന്നുമല്ല മക്കളെ, ഇതൊരു സിറ്റിയാണ്. ഈ സിറ്റിയുടെ പേര് ഹംപി എന്നാണ്. ഹംപി. അങ്ങനെ ഒരു സിറ്റിനെ കുറിച്ച് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. ഹംപി കേട്ടിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതെ, കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇവരില്ലേ സാർ, ഫർഹാൻ അപ്പം തന്നെ സമ്മതിച്ച്. ഞാൻ കേട്ടിട്ടില്ല സാറേ അല്ലേ എന്ന് അപ്പം തന്നെ ഫർഹാൻ. സത്യസന്ധത, യെസ്, എനിക്ക് ഇഷ്ടപ്പെട്ടത്. യെസ് അല്ല, അവനാണ് അല്ലെ? ഓക്കെ.
പക്ഷെ കുറെ പേര് കേട്ടവരുണ്ട്. നമുക്ക് ആരോട് ചോദിച്ചു നോക്കാം? അക്സയോട് വേണമെങ്കിൽ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അക്സ മോനെ, മോൻ കേട്ടിട്ടുണ്ടത്? യെസ്, ആനന്ദം സിനിമയില് നമ്മള് അത് എന്ത് ചെയ്തിട്ടുണ്ട്? കേട്ടിട്ടുണ്ട്. യെസ്, അതാണ് അതിന്റെ കറക്റ്റ്. ആനന്ദം മൂവിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഡയലോഗാണ് ഹംപി എന്ന് പറയുന്നത്. ഹംപി എന്ന് പറയുന്ന ആ ഒരു ഇത് നമ്മൾ ആനന്ദം മൂവിയിൽ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഹംപി എന്ന് പറയുന്നത് നമ്മുടെ നോർത്ത് ഇന്ത്യയെ നമുക്ക് രണ്ട് സൈഡായിട്ട് എടുക്കാം. ഒന്ന് ഇന്ത്യയുടെ നോർത്ത്, പിന്നെ ഇന്ത്യയുടെ സൗത്ത്. ഇന്ത്യയുടെ നോർത്തില് മുഗൾ രാജാക്കന്മാർ ഭരിക്കുമ്പോൾ, അന്ന് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു രാജ്യമല്ല, ഇന്ത്യ പല പല രാജ്യങ്ങളാണ്. അപ്പൊ ഇന്ത്യയുടെ നോർത്ത് മുഗൾ രാജാക്കന്മാർ ഭരിക്കുമ്പോൾ, അവര് റൂൾ ചെയ്യുമ്പോൾ, സൗത്ത് ഈ ഭരിച്ചിരുന്ന ഒരു എംപയർ ആയിരുന്നു വിജയനഗര എംപയർ. വിജയനഗര എംപയർ അവരുണ്ടാക്കിയെടുത്ത സിറ്റിയാണ് അന്നത്തെ ഏറ്റവും ഹൈടെക് സിറ്റി ആയിട്ടുള്ള ഹംപി. പിടികിട്ടിയെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ, പിടികിട്ടിയെങ്കിൽ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ രണ്ട് എംപയറുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഒന്ന് മുഗൾ എംപയർ, മറ്റൊന്ന് വിജയനഗര എംപയർ. രണ്ടും മെഡീവൽ പീരീഡിൽ ഇന്ത്യയിൽ ഉണ്ടായ വലിയ രണ്ട് എംപയറുകളാണ്. മെഡീവൽ പീരീഡ്, മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വലിയ രണ്ട് എംപയറുകളാണ് മുഗൾ എംപയറും വിജയനഗര എംപയറും. ഈ രണ്ട് എംപയറുകളെ കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് ഉള്ളത്. റെഡി ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. റെഡി ആണെങ്കിൽ ഇനി ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഇതിനിടയിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങൾ നിങ്ങൾ ആൻസർ തരണം. ഓരോ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ വരിക. അതൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോണം. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ആദ്യം ദ ഗ്രേറ്റ് മുഗൾ എംപയർ, മുഗൾ സാമ്രാജ്യത്തെ കുറിച്ചാണ് നമ്മൾ ആദ്യം തന്നെ പറയാനായിട്ട് പോകുന്നത്. ഈ മുഗൾ എംപയർ എന്ന് പറയുന്നത് ഒരു പ്യുവർ ഇന്ത്യൻ എംപയർ അല്ല. ഇന്ത്യയിലെ രാജാക്കന്മാരുടെ സെറ്റപ്പ് അല്ല ഇവർക്ക്. ഈ മുഗൾ എംപയർ ആളുകൾ എന്ന് പറയുന്ന അവര് ഈ ഗൾഫ് മേഖലയിൽ, മിഡിൽ ഈസ്റ്റ് മേഖലകളിൽ നിന്ന് ഇന്ത്യയിലോട്ട് വന്ന് ഇന്ത്യയെ പിടിച്ചെടുത്ത ഒരു രാജാക്കന്മാരാണ്. അവരുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ടർക്കിഷ് ട്രഡീഷൻ, തുർക്കി മംഗോളിയൻ ട്രഡീഷൻ, തുർക്കി മംഗോളിയൻ പാരമ്പര്യമുള്ള ആളുകളാണ്. അവർ ഇന്ത്യയിലോട്ട് വരികയും ഇന്ത്യയുടെ ഈ ഭാഗം അവരെന്ത് ചെയ്തു? പിടിച്ചത്. അവരുടെ കഴിവ്, അവരുടെ മിടുക്ക്, അവരങ്ങനെ പിടിച്ചെടുത്ത് അവർ ഭരണം നടത്തുകയും ചെയ്തു. അതൊരു എന്താ പറയുക, ഇന്ത്യയിൽ തന്നെ ഫ്ലറിഷ് ചെയ്തല്ല, ഇന്ത്യയിൽ വന്ന് ഇന്ത്യയെ കോൺക്വർ ചെയ്ത് ഇന്ത്യയെ പിടിച്ചെടുത്ത് ഇന്ത്യയിൽ പിന്നീട് വളർന്നു വന്ന ഒരു എംപയർ ആണ് ഈ മുഗൾ എംപയർ എന്ന് പറയുന്നു. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ആരാണ് മുഗൾ എംപയർ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്? ആർക്കെങ്കിലും അറിയാമോ? മുഗൾ എംപയർ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത രാജാവ്. ഇപ്പോൾ ഓരോ എംപയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഒരു രാജാവ് ഉണ്ടാവുമല്ലോ. ഏത് രാജാവാണ് മുഗൾ എംപയർ ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്? ആർക്കെങ്കിലും അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? ഇല്ല. അപ്പൊ ഞാൻ തന്നെ പറയാം. മുഗൾ എംപയർ സ്റ്റാർട്ട് ചെയ്തത് ബാബർ എന്ന് പറയുന്ന രാജാവാണ്. അദ്ദേഹം 1526 മുഗൾ എംപയർ എന്ത് ചെയ്തത്? സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. അദ്ദേഹം അഫ്ഗാൻ പ്രദേശത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അഫ്ഗാനില് അവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അവിടുത്തെ ഒരു ചെറിയൊരു രാജാവ്, കുഞ്ഞു രാജാവ് എന്നൊക്കെ പറയാം. അഫ്ഗാനിസ്ഥാൻ എന്നൊരു രാജ്യം കണ്ട. അഫ്ഗാനിസ്ഥാൻ, ക്രിക്കറ്റിലൊക്കെ അഫ്ഗാനിസ്ഥാൻ എന്നൊരു ടീമുണ്ട്. ഇന്ത്യയുടെ തൊട്ടപ്പുറത്ത് പാകിസ്ഥാനിന് അപ്പുറത്ത് ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിന്റെ പേരാണ് അഫ്ഗാനിസ്ഥാൻ. ആ ഭാഗത്തുണ്ടായിരുന്ന ഒരാളാണ് നമ്മുടെ ബാബർ. അപ്പൊ ഇവിടെ ഇന്ത്യയിൽ ആ സമയത്ത് ഡൽഹി ആസ്ഥാനമായിട്ട് സുൽത്താൻ ഭരണം നടക്കുന്നുണ്ട്. സുൽത്താനേറ്റ് ഡൈനസ്റ്റി എന്നൊക്കെ പറയും. അപ്പൊ അവിടെ ആ സമയത്ത് ഭരിച്ചുകൊണ്ടിരുന്ന രാജാവ്, ഡൽഹി ഭരിച്ചുകൊണ്ടിരുന്ന രാജാവ് സുൽത്താൻ രാജവംശത്തിലെ ലോധി എന്ന് പറയുന്ന രാജവംശമുണ്ട്. ലോധി രാജവംശത്തിലെ അവസാനത്തെ രാജാവായ ഇബ്രാഹിം ലോധി എന്ന് പറയുന്ന രാജാവാണ് ഡൽഹി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ ബാബർ ഇന്ത്യയിലോട്ട് വരുന്നത്. ഇന്ത്യയിൽ വന്ന് അവസാനത്തെ സുൽത്താനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് അയാളെ പരാജയപ്പെടുത്തി ബാബർ 1526 എന്ത് ചെയ്തു? ഇന്ത്യയില് മുഗൾ എംപയർ ആരംഭിച്ചു. ഇത് പിന്നീട് 1857 വരെ എന്ത് ചെയ്തു? ഇന്ത്യയിൽ നിലനിന്നു. അത്രയും കാലം 1526 മുതൽ 1857. ഇതിപ്പോ ഏതാ കാലഘട്ടം? 2026. ശരിയല്ലേ? നിങ്ങൾ പിന്നിലോട്ട് വർഷങ്ങൾ പിന്നിലോട്ട് മനസ്സിലായില്ലേ?
അപ്പൊ 1857. അപ്പൊ ചോദിക്കും അതെന്താ സാറേ 1857 കഴിഞ്ഞപ്പോ എന്താ പ്രശ്നം? 1857 കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വന്നു. പിന്നെ ഈ മുഗൾ രാജാക്കന്മാരെയൊക്കെ തോൽപ്പിച്ച് ഇന്ത്യ ആര് പിടിച്ചെടുത്തു? ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. മനസ്സിലായെങ്കിൽ ഒന്ന് കൈ വീശി കാണിച്ചേ, മനസ്സിലായെങ്കിൽ. അപ്പൊ അവിടം വരെയുള്ള ചരിത്രമാണ് ഇതിനകത്ത് പറയുന്നത്. ബാബർ established the Mughal rule in 1526. The Mughal rule in India till 1857 with Delhi as their capital. ഇപ്പൊ ഇവരുടെ തലസ്ഥാനം ഡൽഹി ആയിരുന്നു. ഡൽഹി എന്നല്ല ശരിക്കും പറയേണ്ടത്, ഡൽഹിക്ക് അടുത്തുള്ള ഫത്തേപൂർ സിക്രി എന്ന് പറയുന്ന സ്ഥലമായിരുന്നു ഒരു റിയൽ ക്യാപിറ്റൽ. ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത് ഡൽഹിക്ക് അടുത്ത്. നമുക്കറിയാവുന്ന സ്ഥലം ഡൽഹി ആണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈ വീശി കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ ഓക്കെ. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് മുഗൾ രാജാക്കന്മാർ, ഏറ്റവും ബെനവലന്റ് ആയിട്ടുള്ള, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മുഗൾ രാജാക്കന്മാർ ആരാണെന്നുള്ളതാണ്. ഞാൻ പറയാം, ഒരുപാട് മുഗൾ രാജാക്കന്മാരുണ്ട്, പക്ഷെ നമ്മളെല്ലാവരെയും പറയുന്നില്ല. നമ്മളിവിടെ പറയുന്നത് മുഗൾ രാജാക്കന്മാരിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഒന്നാമത്തെ ആൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബാബർ. പിന്നത്തെ ആള് ഹുമയൂൺ ആണ്. പിന്നീട് വന്ന രാജാവാണ് അക്ബർ. പിന്നീട് ജഹാംഗീർ. പിന്നീടാണ് നമ്മുടെ റെഡ് ഫോർട്ടും താജ്മഹലൊക്കെ പണി കഴിപ്പിച്ച ഷാജഹാൻ. പിന്നീടാണ് ഔറംഗസേബ്. ഇങ്ങനെ പ്രധാനപ്പെട്ട 7 രാജാക്കന്മാരാണ് മുഗൾ എംപയറിൽ എടുത്തു പറയുന്നത്. ആദ്യം നമ്മുടെ സ്വന്തം ബാബർ. ബാബർ ഭരിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1526 to 1530. വെറും 4 കൊല്ലം മാത്രമാണ് ബാബർ രാജാവായിരുന്നത്. 1526 മുതൽ 1530 വരെ 4 കൊല്ലം. അതിനുശേഷം ഹുമയൂൺ, ബാബറിന്റെ മകനായിരുന്നു ഹുമയൂൺ. ഹുമയൂൺ 1530 മുതൽ 1540 വരെ 10 കൊല്ലം ഭരിച്ചു. അതിനുശേഷം 1555 to 1556 ഒരു കൊല്ലം കൂടെ കിട്ടി. അതായത് അതിനിടയിൽ കുറച്ചു കാലം പുള്ളിക്ക് രാജ്യം നഷ്ടമായി. പുള്ളിനെ വേറൊരു രാജാവ്, ഷേർഷാ എന്നൊരു രാജാവ് വന്ന് തോൽപ്പിച്ച് ഹുമയൂൺ ജീവനും കൊണ്ട് ഓടി ഒമാനിൽ ചെന്ന് ഒമാനിലെ രാജാവിന്റെ സഹായത്തോടെ തിരിച്ചടിച്ചു. പിന്നെ വീണ്ടും മുഗൾ ഭരണം റീഎസ്റ്റാബ്ലിഷ് ചെയ്തു. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. അവിടെ നിൽക്കട്ടെ. ഹുമയൂണിന് ശേഷമാണ് മുഗൾ എംപയറിലെ ഏറ്റവും കിഡിലൻ രാജാവ്, മുഗൾ എംപയറിലെ ഏറ്റവും പോപ്പുലർ രാജാവ്, ഏറ്റവും ഫേമസ് രാജാവ്, ഏറ്റവും ജനകീയനായ രാജാവ്. മനസ്സിലായില്ലേ? ഏറ്റവും പോപ്പുലർ കിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മനസ്സിലായില്ലേ? ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള രാജാവ് അക്ബർ. അക്ബറാണ് ഏറ്റവും കാലം ഭരിച്ചിട്ടുള്ളത്. 1556 മുതൽ 1605 വരെ, ഏകദേശം 1556 മുതൽ 1605 വരെ കുറേ കാലം, നീണ്ട കാലം ഇന്ത്യ ഭരിച്ച, അല്ലെങ്കിൽ ഈ മുഗൾ എംപയർ ഭരിച്ച രാജാവായിരുന്നു അക്ബർ. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ച മക്കളെ. ഓക്കെ ആണെങ്കിൽ ഓക്കെ. അക്ബറിന് ശേഷം പിന്നീടാണ് ജഹാംഗീർ, അക്ബറിന്റെ മകനായിട്ടുള്ള ജഹാംഗീർ വന്നു. അത് 1605 മുതൽ 1627 വരെയാണ് ജഹാംഗീർ ഉണ്ടായത്. കുറച്ചു കാലമാണ്. അതിനുശേഷം ജഹാംഗീറിന്റെ മകനായിട്ടുള്ള ഷാജഹാൻ 1628 മുതൽ 1658 വരെ. ശരിക്കും ഇവരുടെയൊക്കെ റിയൽ നെയിം എന്ന് വെച്ചാൽ വേറെ പേരുകളാണ് കേട്ടോ. കാസിം, മിർ, അങ്ങനെയൊക്കെയുള്ള പേരുകളാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. ഉമർ. പിന്നീട് ഇവര് രാജാവാകുമ്പോൾ ആ പേരിന് ഒരു പഞ്ചില്ല എന്ന് കാണുമ്പോൾ ഒരു പേരൊക്കെ ചേഞ്ച് ചെയ്യുന്നതാണ്. ഓക്കെ. ഈ ഷാജഹാന്റെ പേരെന്തോ ഷാലം എന്നോ അങ്ങനെ കണ്ടുമായിരുന്നു തോന്നുന്നു. അത് പിന്നെ ഷാജഹാൻ ആക്കിയതാണ്. അതെ. അപ്പൊ ജഹാംഗീറിന് ശേഷമാണ് നമ്മുടെ ഷാജഹാൻ വരുന്നത്. ജഹാംഗീറിന്റെ മകനാണ് ഷാജഹാൻ. ഷാജഹാൻ 1628 മുതൽ 1658 വരെയാണ് ഷാജഹാന്റെ പീരീഡ്. ദെൻ പിന്നീട് വന്നാണ് ഔറംഗസേബ്. മുഗൾ എംപയറിൽ വെച്ച് ഏറ്റവും ദുഷ്ടനായ, ക്രൂരനായ ഒരു ഭരണാധികാരിയായിട്ടാണ് എല്ലാവരും ഔറംഗസേബിനെ കാണാറുള്ളത്. ഒരുപാട് ജനങ്ങളെയൊക്കെ ഉപദ്രവിക്കുകയും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നാണ് പൊതുവെ പറയുന്നത്. അങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നല്ല വശങ്ങളുണ്ട് പുള്ളിക്ക്, പക്ഷെ കൂടുതലും ഹിസ്റ്ററിയിൽ പുള്ളിനെ കുറിച്ച് പറയുമ്പോൾ കൂടുതലും പുള്ളി അത്ര പോരാ എന്നുള്ള മൈൻഡിലാണ് പൊതുവെ പറയാറ്. ഓക്കെ. അപ്പൊ ഔറംഗസേബാണ് 1658 മുതൽ 1707 വരെ, ഏകദേശം 1658 മുതൽ 1707 വരെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നിരുന്ന ഒരു രാജാവായിരുന്നു. അപ്പൊ ഇവർക്ക് ശേഷം രാജാക്കന്മാർ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനു ശേഷം ഷൂജാ ഉദ് ദൗള വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ബഹദൂർ ഷാ വന്നിട്ടുണ്ട്, ബഹദൂർ ഷാ രണ്ടാമൻ വന്നിട്ടുണ്ട്. അവസാനത്തെ രാജാവായിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ. അദ്ദേഹം 1857 അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ പിടിച്ച് ഇന്ത്യയിൽ നിന്ന് നാട് കടത്തി, നേപ്പാളിലോട്ട് നാട് കടത്തി. അവിടെ പോയി അവിടെ ഒരു ചെറിയൊരു വീടെടുത്ത് താമസിച്ച് അവിടെ വെച്ച് അസുഖം ബാധിച്ച് അദ്ദേഹം മരിച്ച്. അങ്ങനെയാണ് മുഗൾ ഭരണം അവസാനിക്കുന്നത്.
അവസാന നാളുകളിൽ ഇവരുടെ പീരീഡ് വരെയാണ് മുഗൾ എംപയർ ഇങ്ങനെ ശക്തമായിട്ട് അടിപൊളിയായിട്ടൊക്കെ നിന്നിരുന്നത്. സാറ് പറഞ്ഞത് ഇത്രയും കാര്യം ക്ലിയർ ആയെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ച മക്കളെ. ഇത്രയും കാര്യം സെറ്റാണ് അല്ലേ? ഓക്കെ. അപ്പോ നമ്മൾ ഈ രാജാക്കന്മാരെ ഓർഡറിൽ തന്നെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. കാരണം എക്സാമിന് മുഗൾ റൂളേഴ്സിന്റെ ഇങ്ങനെ ഒരു സംഭവം തന്നിട്ട് ഇത് കറക്റ്റ് ഓർഡറിലാക്കാൻ പറയും. അങ്ങനെ ഓർഡറിലാക്കാൻ നിങ്ങൾക്ക് എക്സാമിന് പറഞ്ഞാൽ സാറ് ഞാൻ ഓർഡർ തെറ്റിക്കാണ്ട് സെറ്റാക്കും എന്ന് ഉറപ്പുള്ളവരൊന്നും കൈവീശി കാണിച്ചേ. അത് മതി. കുറച്ച് പേര് മാത്രം കൈവീശണുള്ളൂ, ബാക്കിയുള്ളവർ കൈവീശി മക്കളെ. ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ഇത് പഠിക്കുമല്ലോ. പഠിക്കുമ്പോൾ ഇത് കറക്റ്റ് ഓർഡറിൽ പറയൂലേ? ആദ്യം ബാബർ, പിന്നെ ഹുമയൂൺ, പിന്നെ അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. അപ്പൊ ചില കുട്ടികൾ ചോദിക്കും, സാറേ വർഷമൊക്കെ പഠിക്കണോ, ഇയറൊക്കെ പഠിക്കണോ? വേണ്ട, കുഴപ്പമില്ല, ഇയർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ഒരു ഓർഡറിൽ എന്ത് ചെയ്തേക്കാം, പഠിച്ചു വെച്ചേക്കാം. ഇനി നമ്മൾ മുഗൾ എംപയറിന്റെ പ്രത്യേകതകളിലേക്കാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. മുഗൾ എംപയർ എന്ന് പറയുന്ന ഒരു വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഒരു എംപയർ ആയിരുന്നു, അതിശക്തമായ ഒരു എംപയർ ആയിരുന്നു മുഗൾ എംപയർ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ശരിക്കും ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമില്ലേ, അതിനേക്കാൾ വലുതാണ്. അത് ഇന്ത്യക്ക് പുറത്തും. ഇപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമാണോ? വേറൊരു രാജ്യമല്ലേ പാകിസ്ഥാൻ? ശരിയാണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ച്. ശരിയാണെങ്കിൽ ഈ പാകിസ്ഥാൻ മുഗൾ എംപയറിന്റെ ഭാഗമായിരുന്നു. മുഗൾ എംപയറിൽ പാകിസ്ഥാൻ പെടുമായിരുന്നു. അഫ്ഗാനിസ്ഥാൻ വേറൊരു രാജ്യമല്ലേ? അഫ്ഗാനിസ്ഥാൻ മുഗൾ എംപയറിന്റെ ഭാഗമായിരുന്നു. ഭൂട്ടാൻ വേറൊരു രാജ്യമല്ലേ? പക്ഷെ ഭൂട്ടാൻ മുഗൾ എംപയറിൽ പെടുമായിരുന്നു. ബംഗ്ലാദേശ് വേറൊരു രാജ്യമല്ലേ? ആ ബംഗ്ലാദേശും മുഗൾ എംപയറിൽ പെടുമായിരുന്നു. അത്ര വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു മുഗൾ എംപയർ. ദ മുഗൾ എംപയർ ഹാഡ് എ വെരി വാസ്റ്റ് കിങ്ഡം. വളരെ ശക്തമായ ഒരു രാജവംശമായിരുന്നു മുഗൾ എംപയർ എന്ന് പറയുന്നത്. ഇൻ അഡീഷൻ ടു ടൂഡേസ് ഇന്ത്യസ് ദ മുഗൾ റൂൾ ഹാഡ് സ്പ്രെഡ് ദ നെയ്ബറിംഗ് കൺട്രീസ് ഓൾസോ. അതായത് നമ്മൾ ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലോട്ട് പോലും മുഗൾ എംപയർ വ്യാപിച്ചു കിടന്നിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നത്തെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു മാപ്പ് ഉണ്ട്, ഈ മുഗൾ എംപയറിന്റെ ഒരു മാപ്പ്. ഞാൻ ആ മാപ്പ് ഒന്ന് കാണിച്ചു തരാം, എല്ലാവരും ഒന്ന് നോക്കുക. ഈ കാണുന്നതാണ് ആ മാപ്പ്. ഈ കാണുന്നത് ഈ മാപ്പ് നിങ്ങൾ നോക്കിയാൽ ഇന്നത്തെ ഇന്ത്യയുടെ മാപ്പുമായിട്ട് ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട് അല്ലേ? ഇതില് ഈ കടും പച്ച നിറത്തിൽ നിങ്ങൾ കാണുന്നതാണ് മുഗൾ എംപയർ. നിങ്ങൾ നോക്കിയേ, ഈ ഭാഗമൊക്കെ ശരിക്കും പാകിസ്ഥാനാ, ഈ ഭാഗമൊക്കെ ശരിക്കും പാകിസ്ഥാനാ, ഈ ഭാഗമൊക്കെ അഫ്ഗാനിസ്ഥാനാ, ഈ ഭാഗമൊക്കെ ചൈനയുടെ പിന്നെ നേപ്പാളിന്റെ ഒക്കെ ടിബറ്റിന്റെ ഒക്കെ ബോർഡറാണ് ഈ ഭാഗം. മനസ്സിലായി? അപ്പൊ ഇവിടെ അല്ലെങ്കിൽ ഇത് കണ്ടോ, ഇത് ബംഗ്ലാദേശാ ഈ കാണുന്ന ഭാഗമൊക്കെ. ഇവിടേക്കൊക്കെ ഈ എംപയർ വ്യാപിച്ചു കിടന്നു. ഈ എംപയർ വ്യാപിക്കാത്ത സ്ഥലമാണ് നമ്മുടെ കേരളം അല്ലെങ്കിൽ നമ്മുടെ തമിഴ്നാട്. ഈ ഭാഗത്തുണ്ടായിരുന്നില്ല. ബാക്കി അത്യാവശ്യം ഓൾമോസ്റ്റ് ഇന്ത്യ, കേരളവും തമിഴ്നാടും ഒഴിച്ച് ഓൾമോസ്റ്റ് ഇന്ത്യയും ഇന്ത്യക്ക് പുറത്തുള്ള എന്താ പറയാ ഇന്ത്യക്ക് പുറത്തുള്ള പാകിസ്ഥാനും അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ഭൂട്ടാനും നേപ്പാളിന്റെ ഭാഗവും ടിബറ്റിന്റെ ഭാഗവും കൂടെ കവർ ചെയ്തിരുന്ന ഒരു സംഭവമായിരുന്നു മുഗൾ എംപയർ എന്ന് പറയുന്നത്. ഓക്കെ ആണെങ്കിൽ സാർ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആയി ഒന്ന് കൈവശം കാണിച്ചേ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ഒരു കാര്യം ഞാൻ സാർ ഒന്ന് പറഞ്ഞോട്ടെ, മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സാർ പറയുന്നതാണ്. നമുക്ക് നാളെ ഹിന്ദി ക്ലാസ് ആയിരിക്കും കേട്ടോ. ഹിന്ദി എന്താ പറയാ ക്ലാസ് ആയിരിക്കുള്ളൂ. ഹിന്ദി ക്ലാസ് നാളെ നമ്മുടെ ക്ലാസ് ടൈം എന്ന് പറയുന്നത് വൈകുന്നേരം 6:30 മുതൽ 8:30 വരെയാണ്. അല്ല, ഹിന്ദി ക്ലാസ് എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും? 6:30 സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ 6:30 സ്റ്റാർട്ട് ചെയ്യുന്നത് 6:30 നിങ്ങൾ വരേണ്ടത് അല്ല, നിങ്ങൾ 6:25 കയറണം, ക്ലാസ്സിൽ കയറണം. പിടികിട്ടേന്ന് കഴിച്ച് കാണിച്ചേ. കറക്റ്റ് 6:30 ശുഭമുഹൂർത്തത്തിലല്ല കയറേണ്ടത്, 6:25 നിങ്ങൾ എന്ത് ചെയ്യണം, കയറണം. 6:30 സാറ് വന്ന് സ്റ്റാർട്ട് ചെയ്യും ക്ലാസ്, അതിന് മുമ്പ് നമ്മൾ കയറണം കേട്ടോ. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ പിടികിട്ടിയെന്ന് കഴിച്ച് കാണിച്ചേ. ഇനി എൻ്റെ അടുത്തൊരു ചോദ്യം ഞാൻ ചോദിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഫർഹാനോടാണ്. മോനെ ഫർഹാൻ, ഹായ് ഫർഹാൻ. സാർ ഫസ്റ്റ് റോയിൽ 3. യെസ്, ഹായ് ഫർഹാൻ മോനെ. ഹായ് മോനെ. ഈ മുഗൾ എംപയറിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ.
ഔറംഗസേബ് അത്യാവശ്യം നോക്കിയിട്ടാണെങ്കിലും അവൻ അത് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്തു മക്കളെ പറഞ്ഞു തന്നു. മിടുക്കൻ. നമുക്ക് വേറൊരാളോട് ചോദ്യം ചോദിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇടയ്ക്കിടെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും, അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞോണം. ആരോട് ചോദിക്കാം സാറേ? നമുക്ക് ആരാണ്? നിജോ, നമ്മുടെ സ്വന്തം നിജോ. ഹായ് നിജോ. ഗുഡ് ഈവനിങ് മോനെ. ആരാണ് മുഗൾ എംപയർ സ്റ്റാർട്ട് ചെയ്തത്? ഹു എസ്റ്റാബ്ലിഷ്ഡ് ദ മുഗൾ എംപയർ? യെസ്, വെരി ഗുഡ്. ബാബർ. നിങ്ങൾക്ക് പെട്ടെന്ന് ബാബർ എന്ന് പറയാൻ ഓർമ്മ വന്നില്ലെങ്കിൽ മുടിവെട്ടുന്ന ബാർബർ എന്ന് വേണമെങ്കിൽ മനസ്സിൽ ഓർത്താൽ മതി, പെട്ടെന്ന് പിടിയിട്ടു. ഓക്കെ, അപ്പൊ ബാബർ ആണ് എന്ത് ചെയ്തത്? മുഗൾ എംപയർ സ്റ്റാർട്ട് ചെയ്തത്. ഇനി എന്റെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ ഒന്നാമത്തെ റോയിൽ രണ്ടാമതിരിക്കുന്ന കുട്ടിയാണ്, റെഡ് ഡ്രസ് ഇട്ടിരിക്കുന്ന കുട്ടിയാണ് സാറ്, അമയ. അമയനോടാണ് എന്റെ ചോദ്യം. ഹായ് അമയ. അമയ പറഞ്ഞു ദൈവമേ പണിപ്പാളി അല്ലെ, എന്താണ് അമയ പറയുന്നത്? ഇറങ്ങി ഓടിയാലോ അല്ലെ? പേടിക്കൊന്നും വേണ്ട. ഞാൻ ചോദിക്കട്ടെ, മുഗൾ എംപയറിൽ ഏറ്റവും കിടിലൻ രാജാവ് ആരാണ്? യെസ്, അതെങ്ങനെ മനസ്സിലായി? യെസ്, അത്രേ ഉള്ളൂ. അക്ബർ. അക്ബർ വെറും ഒരു രാജ. ചോദിച്ചോ മോനെ. രണ്ടും പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രൊനൗൺസിയേഷൻ നമ്മൾ ഗൂഗിളിലൊക്കെ ചെയ്ത് നോക്കുന്ന സമയത്ത് BABUR എന്നുണ്ട്, BABAR എന്നുണ്ട്, രണ്ടും വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റിലുള്ള ഫോളോ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോ നമ്മുടെ ഈ പറയുന്ന ബാബർ മുഗൾ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിനുശേഷം ഹുമയൂൺ വന്നു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മുഗൾ എംപയറിലെ ഏറ്റവും കിടിലൻ രാജാവ് വേറെ ആരുമല്ല മക്കളെ, ദാറ്റ് വാസ് അക്ബർ. അക്ബർ ആണ് എന്താ പറയാ ഏറ്റവും സൂപ്പർ രാജാവ് എന്ന് പറയുന്നത്. അക്ബറിനെ വെറും അക്ബർ എന്നല്ല വിളിച്ചിരുന്നത്, അക്ബർ ദ ഗ്രേറ്റ്, അല്ലെങ്കിൽ ബാദ്ഷാ ഈ ഹിന്ദ്, ഇന്ത്യയുടെ ബാദ്ഷാ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അത് അദ്ദേഹം അഡോപ്റ്റ് ചെയ്ത ടൈറ്റിലാണത്, പക്ഷെ ജനങ്ങളാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു നേതാവിന് മൈലേജ് കിട്ടുന്നത് അദ്ദേഹത്തിന് ശരിക്കുള്ള പേരല്ല, അദ്ദേഹത്തിന് ജനങ്ങൾ ഇട്ട് കൊടുക്കുന്ന പേരുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി ഇല്ലേ, ജോസഫ് വിജയ് ചന്ദ്രശേഖർ, പുള്ളിയുടെ ഫാൻസ് വിളിക്കുന്ന പേരെന്താണ്? ആര് പറയും? ആരെങ്കിലും വിളിച്ച വിജയ് ഫാൻ തന്നെ വിളിക്കും സാറേ? അല്ലെ? ആരാണ്? അലിസ്റ്റർ. അവനാണ് ഏറ്റവും വലിയ വിജയ് ഫാൻ എടുത്ത. യെസ്, തളപതി കിന്തപ്പാട്ടൽ അല്ലെ? അപ്പൊ നമ്മള് ജനങ്ങള് ഒരു ടൈറ്റില് കൊടുക്കാതെ അത് ഇപ്പൊ ഞാൻ പറഞ്ഞ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു നടൻ, ആക്ടറാണ് നമ്മുടെ മോഹൻലാൽ. ലാലേട്ടൻ, മമ്മൂക്കയ്ക്കും ഉണ്ട്, പക്ഷെ എന്നാലും ലാലേട്ടന് ഭയങ്കര ഫാൻ ബേസ് ഉണ്ട്. ശരിയല്ലേ മക്കളെ? ലാലേട്ടനെ ജനങ്ങൾ വിളിക്കുന്ന ഒരു പേരല്ലോ, ലാലേട്ടൻ ഭയങ്കര സ്നേഹത്തോട് വിളിക്കും. പിന്നെ വേറൊരു പേരും കൂടി ഉണ്ടല്ലോ ലാലേട്ടനെ വിളിക്കുന്ന. ആര് പറയും? അറിയാവുന്നവരുണ്ടെങ്കിൽ? ആദിനാഥിനോട് നമുക്ക് ആദ്യം തന്നെ ചോദിക്കാം. ആദിനാഥ്, ഹായ്. ഹായ് മോനെ. ലാലേട്ടൻ നമ്മൾ വിളിക്കും. പിന്നെ വേറൊരു പേരും കൂടി വിളിക്കാറില്ലേ? മോഹൻലാൽ, ലാലേട്ടൻ. അതുകൂടാണ്ട് ലാലേട്ടൻ ഒരു ടൈറ്റിൽ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ടൈറ്റിലാണ്. കംപ്ലീറ്റ് അല്ലെ മമ്മൂക്കനാണെങ്കിൽ മെഗാസ്റ്റാർ എന്നൊക്കെ പറഞ്ഞ്. അത് എന്താന്ന് വെച്ചാൽ ഇവർ ഈ ടൈറ്റിൽ അഡോപ്റ്റ് ചെയ്യുന്നു. സാറ് സോഷ്യൽ ക്ലാസ് കൊണ്ട് സിനിമ കഥ പറയുന്നത് വിചാരിക്കണം. സിനിമ കഥ പറയുന്നതല്ല ഇത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ നേതാക്കന്മാർക്ക് ടൈറ്റില് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ കുറച്ചും കൂടെ റീച്ച് കിട്ടാൻ അവർ ചില ടൈറ്റിലുകൾ അഡോപ്റ്റ് ചെയ്യും. അങ്ങനെ ഇപ്പൊ നിങ്ങൾ പണ്ട് മുതൽ നോക്കിക്കോ, എംജിആറിനെ മറ്റേ മക്കൾ തിലകം എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ശിവാജി ഗണേശൻ നടികർ തിലകം എന്ന് പറയുന്നു, അല്ലെങ്കിൽ കരുണാനിധി കലൈഞ്ചർ കരുണാനിധി, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ഈ കേരളത്തിലെ കെ കരുണാകരനെ ലീഡർ എന്നും, അല്ലെങ്കിൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്യാപ്റ്റൻ എന്നും അല്ലെ, അങ്ങനെയൊക്കെ ആളുകൾ പേര് കൊടുക്കും, അല്ലെങ്കിൽ അവർ തന്നെ അഡോപ്റ്റ് ചെയ്യുക പേര്. ഇത് ആദ്യം ചെയ്ത ആളുകളിൽ ഒരാളാണ് അക്ബർ. അക്ബറിനെ വിളിച്ചിരുന്നത് അക്ബർ ദ ഗ്രേറ്റ്, മഹാനായ അക്ബർ. അതേപോലെ തന്നെ അക്ബറിനെ വിളിച്ചിരുന്ന ഒരു പേരാണ് ബാദ്ഷാ ഈ ഹിന്ദ്. ബാദ്ഷാ എന്ന് വെച്ചാൽ ചക്രവർത്തി, അതൊരു പേർഷ്യൻ വേർഡാണ് ബാദ്ഷാ.
ബാദുഷാ ഇ ഹിന്ദ്. ഹിന്ദ് എന്ന് വെച്ചാൽ ഇന്ത്യനെ വിളിച്ചിരുന്ന പേരാണ് ഹിന്ദ്. അപ്പൊ ഇന്ത്യയുടെ ചക്രവർത്തി എന്നൊക്കെ പറയുന്ന ഒരു ഇത്. അപ്പൊ അക്ബറിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുക. അക്ബർ ഷോർട്ട് നെയിം ആണ് അക്ബർ ദ ഗ്രേറ്റ്, അല്ലെങ്കിൽ അക്ബർ എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷെ അക്ബറിന്റെ മുഴുവൻ പേര് അബുൽ ഫത്ത് ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ എന്നായിരുന്നു. അദ്ദേഹത്തെ എല്ലാവരും അക്ബർ ദ ഗ്രേറ്റ്, മഹാനായ അക്ബർ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അദ്ദേഹം ഈ മുഗൾ എംപയർ നോക്കിയേ, വാസ് ദ തേർഡ് മുഗൾ എംപയറർ. അദ്ദേഹം മുഗൾ ഭരണത്തിലെ മൂന്നാമത്തെ ചക്രവർത്തിയായിരുന്നു. ഹി റെയിൻഡ് 1556 to 1605. 1556 മുതൽ 1605 വരെ ഇന്ത്യ ഭരിച്ചിരുന്ന മുഗൾ എംപയർ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇന്ത്യയാണ്, ഇന്ത്യക്ക് പുറത്തുണ്ട്, ഭരിച്ചിരുന്ന രാജാവായിരുന്നു അക്ബർ. അക്ബർ സക്സസ് ഹിസ് ഫാദർ ഹുമയൂൺ. ഹുമയൂണിന് ശേഷം എന്താ പറയാ വന്നൊരു രാജാവായിരുന്നു അക്ബർ. അതിനുശേഷം അക്ബർ ചെയ്തൊരു നേട്ടം, അക്ബറിന്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് ഹി എക്സ്പാൻഡ് കൺസോളിഡേറ്റ് മുഗൾ ഡൊമൈൻസ് ഇൻ ഇന്ത്യ. അതാണ് അദ്ദേഹം മുഗൾ സാമ്രാജ്യത്തെ ഹുമയൂണിന്റെ കയ്യിൽ നിന്ന് എന്തോരം കിട്ടിയോ അതിനേക്കാളും വലിപ്പം കൂട്ടി, വലുതാക്കി. മുഗൾ എംപയർ അങ്ങ് ബംഗാൾ വരെയും അഫ്ഗാനിസ്ഥാൻ വരെയും വ്യാപിപ്പിച്ചു. വലിയൊരു എംപയർ ആക്കി മുഗൾ എംപയറിനെ മാറ്റിയത് അക്ബറാണ്. ഹൗ അക്ബർ ക്യാൻ ഡു ദാറ്റ്? എങ്ങനെ അക്ബറിന് അത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിന് കാരണം അക്ബറിന്റെ പ്രത്യേകതകളായിരുന്നു. എന്താണ് ഈ അക്ബറിന് ബാക്കിയുള്ള എംപയറിൽ നിന്നുള്ള വ്യത്യാസം? ബാബറിനേക്കാളും ഹുമയൂണിനേക്കാളും ജഹാംഗീറിനേക്കാളും ഷാജഹാനേക്കാളും ഔറംഗസേബിനേക്കാളും എല്ലാവരേക്കാളുള്ള അക്ബറിന്റെ പ്രത്യേകത എന്താണ്? അതിന് കാരണം അക്ബറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ എന്താണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്, അക്ബർ വളരെ ശക്തനായ ഭരണാധികാരിയാണ്. അദ്ദേഹം അത് കാണിച്ചിട്ടുണ്ട്. വെറുതെ ഒരു രാജാവ് എന്നല്ല. അപ്പൊ ബാബർ ആണെന്നുണ്ടെങ്കിൽ യുദ്ധമൊക്കെ കഴിഞ്ഞ് രാജ്യത്ത് വന്നെങ്കിലും ബാബറിന് അധികാലം ജീവിക്കാൻ പറ്റില്ല, ഹെൽത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഹുമയൂൺ രാജാവിന്റെ മകനായതുകൊണ്ട് തന്നെ കുറെ ഉഴപ്പി നടന്നതുകൊണ്ട് തന്നെ ആളുകൾ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി തോൽപ്പിച്ചു. പക്ഷെ അക്ബർ ഇത് രണ്ടും കണ്ട് മനസ്സിലാക്കിയ ഒരാളാണ്. കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അക്ബറിന് ഒരുപാട് ചേട്ടന്മാരും അനിയന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ പിന്നിലാക്കി കഷ്ടപ്പെട്ട് എന്താ പറയാ നേതാവാണെന്ന് തെളിയിച്ചിട്ട് രാജാവായ ആളാണ് അക്ബർ. അതിൻ്റെതായ ഇതുണ്ടായിരുന്നു. അതേപോലെ തന്നെ അക്ബർ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അക്ബർ എല്ലാ ജനങ്ങളുടെ റെസ്പെക്ട് പിടിച്ചു പറ്റാൻ നോക്കി. പരമാവധി ജനങ്ങൾക്ക് വേണ്ടത്ര സുഖവും സൗകര്യവും കൊടുക്കുമ്പോൾ ജനങ്ങൾ രാജാവിന് ഇഷ്ടപ്പെടും. അങ്ങനെ ഓൾമോസ്റ്റ് പീപ്പിൾസും അക്ബറിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഓൾ പീപ്പിൾസ് ലവ്ഡ് ആൻഡ് റെസ്പെക്റ്റഡ് ഹിം. ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. മാത്രമല്ല അക്ബറിന്റെ രാജ്യത്ത് ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു, ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു, മുസ്ലിംസ് ഉണ്ടായിരുന്നു, സിഖ് വിഭാഗക്കാരുണ്ടായിരുന്നു, ജൈന വിഭാഗക്കാരുണ്ടായിരുന്നു, ബുദ്ധ മതക്കാരുണ്ടായിരുന്നു, പാഴ്സി വിഭാഗക്കാരുണ്ടായിരുന്നു. പക്ഷേ അക്ബർ എല്ലാവരെയും ഒരേപോലെയാണ് കണ്ടിരുന്നത്. ഹി അഡ്മിനിസ്ട്രേറ്റഡ് ഈക്വൽ ജസ്റ്റിസ്. എല്ലാവരെയും ഒരേപോലെ കണ്ടു. അല്ലാണ്ട് നീ ഹിന്ദു അല്ലേ നീ മാറി നിൽക്ക്, നീ ക്രിസ്ത്യാനി അല്ലേ നീ പോടാ, നീ മുസ്ലിം അല്ല നിന്നെ, അങ്ങനെയല്ല. എല്ലാവരെയും അക്ബർ ഒരേപോലെ കാണാനും എല്ലാവർക്കും ഒരേ കൺസിഡറേഷൻ, തുല്യത, ഈക്വാലിറ്റി കൊടുക്കാനും അക്ബർ തയ്യാറായി എന്നുള്ളതാണ് അദ്ദേഹത്തിന്. മാത്രമല്ല ഹി കൺസിഡർ ഓൾ റീജിയൻസ് യൂണിറ്റി. മാത്രമല്ല അക്ബർ ഒരു മുസ്ലിം വിഭാഗക്കാരനായിരുന്നു. കാരണം അക്ബറിന്റെ അച്ഛൻ എന്താ പറയാ ഹുമയൂൺ ആയിക്കോട്ടെ, ബാബർ ആയിക്കോട്ടെ, അവരൊക്കെ ടർക്കിഷ് മംഗോൾ പാരമ്പര്യ ട്രഡീഷനുള്ള ആൾക്കാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ മുസ്ലിംസ് ആയിരിക്കുമല്ലോ. അക്ബർ പക്ഷേ മുസ്ലിം ആയിരുന്നെങ്കിലും അക്ബറിന് ഹിന്ദു മതത്തിനോട് ദേഷ്യം ഉണ്ടായില്ല, ഇസ്ലാം മതത്തിനോട് ദേഷ്യം ഉണ്ടായിരുന്നില്ല, ക്രിസ്ത്യാനിറ്റിയോട് ദേഷ്യം ഉണ്ടായിരുന്നു, സിഖ് മതത്തിനോട് ദേഷ്യം ഉണ്ടായില്ല, പാഴ്സി മതത്തിനോട്, എല്ലാ മതങ്ങളെയും അദ്ദേഹം ഒരേപോലെയാണ് കണ്ടിരുന്നത്. എല്ലാ മതത്തിനും അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. കുറെയൊക്കെ നല്ല ഇതുണ്ട്, കുറെയൊക്കെ മോശവുമുണ്ട്. രണ്ടും അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. അതാണ് നമ്മുടെ അക്ബറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അങ്ങനെ കാണുമ്പോൾ തന്നെ ജനങ്ങൾക്ക് അദ്ദേഹത്തോടൊരു ഇഷ്ടം വരും. എല്ലാവരെയും ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അക്ബറിന് ഇഷ്ടമാവും. പിടികിട്ടിയെന്ന് കൈവീശി കാണിച്ചേ. അങ്ങനെയാണ് അക്ബർ ജനകീയനാവുന്നത്. ഓക്കെ, ഇനി അക്ബറിന്റെ ഓരോ പോളിസികളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അക്ബർ ഇതിനു വേണ്ടിയിട്ട് അക്ബറിന് ഒരു കാര്യം ഉണ്ടായിരുന്നു. അക്ബറിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എത്ര കാലം രാജാവായിട്ട് ഇരിക്കാൻ പറ്റുമോ അത്രയും കാലം രാജാവായിട്ട് ഇരിക്കണം. കാരണം ഈ സുൽത്താൻ ഭരണത്തിൽ അല്ലെങ്കിൽ മുഗൾ ഭരണത്തിൽ പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾ ഇന്നത്തെ പോലത്തെ ഒരു ഭരണം അല്ല പണ്ട്. എപ്പോൾ വേണമെങ്കിലും രാജാവ് വധിക്കപ്പെടാന്ന് വെച്ചാൽ രാജാവിനെ ആരെങ്കിലും അസാസിനേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അസാസിനേഷൻ അറ്റംപ്റ്റിനുള്ള സാധ്യത രാജാവിന് കൂടുതലാണ്. ചിലപ്പോൾ രാജാവിന്റെ
ഭക്ഷണം വിളമ്പുന്ന ആളായിരിക്കും ചിലപ്പോൾ വിഷം കൊടുത്ത് രാജാവിനെ കൊല്ലുന്നത്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ രാജാവിന്റെ അംഗരക്ഷകൻ തന്നെ ചിലപ്പോൾ രാജാവിനെ വാൾ വെച്ച് കുത്തി കൊല്ലും. മനസ്സിലായോ? നിങ്ങളത് മനസ്സിലാക്കണം. അപ്പൊ നിങ്ങള് ഇവിടത്തെ എല്ലാവരും ഇപ്പൊ സുൽത്താൻ ഭരണം നടക്കുന്ന സമയത്ത് ഇവിടെ ഖൽജി രാജവംശത്തില് ജലാലുദ്ദീൻ ഖൽജി ഉണ്ട്. ജലാലുദ്ദീൻ ഖൽജിയുടെ അനന്തരവനാണ് അലാവുദ്ദീൻ ഖൽജി. ജലാലുദ്ദീൻ ഖൽജിനെ ചതിച്ചു കൊന്നിട്ടാണ് അലാവുദ്ദീൻ ഖൽജി രാജാവ് വന്നത്. അപ്പൊ അങ്ങനെ എല്ലാവരെയും ചതിച്ചും വഞ്ചിച്ചും കൊന്നൊക്കെയാണ് പലരും ഈ കാലഘട്ടത്തിൽ രാജാവാകുന്നത്. നമ്മുടെ ഇന്നത്തെ ഇന്ത്യയിലെ പോലെ ഇലക്ഷനൊന്നുമല്ല. അപ്പോ അക്ബറിന്റെ ആഗ്രഹം കുറേ കാലം ഇന്ത്യ ഭരിക്കണം, കുറേ കാലങ്ങളോളം ഇന്ത്യയിൽ നിലനിൽക്കണം എന്നുള്ളതായിരുന്നു അക്ബറിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അപ്പൊ അക്ബർ ഇതിനെന്താ ചെയ്യാൻ പറ്റുക? സീറോ ഹെയ്റ്റേഴ്സ്. അക്ബറിന് ഹെയ്റ്റേഴ്സ് ഉണ്ടാവാൻ പാടില്ല. ഹെയ്റ്റേഴ്സ് ഇല്ലാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ ഈ അടുത്ത് ദൃശ്യം 3 സിനിമ കണ്ടെങ്കിൽ ഒന്ന് കൈവശി കാണിച്ചേ. ദൃശ്യം 3 സിനിമ കണ്ടെങ്കിൽ കണ്ട് അതില് ജോർജ് കുട്ടി ചെയ്യുന്നൊരു, ജോർജ് കുട്ടി മോഹൻലാൽ ലാലേട്ടൻ ചെയ്യുന്നൊരു പരിപാടി ഉണ്ട്. ദൃശ്യം 2 ലാലേട്ടനെ ചതിച്ച ഒരാളുണ്ട്. അയാള് ജോസ് എന്നാണ് പേര്. അയാൾ ഈ സിനിമയിൽ വരുമ്പോൾ അയാൾക്ക് കുറെ സഹായങ്ങൾ ചെയ്യും. അപ്പൊ അയാൾ എന്ത് ചെയ്യും? ലാലേട്ടന്റെ കൂടെ നിൽക്കും. അയ്യോ, കഥ സ്പോയിലർ ആയല്ലേ. ചില ആൾക്കാർ പറയും, ഓ ജിഷ്ണു സാറ് കഥ പറഞ്ഞു, ഞാനത് കാണാൻ നിൽക്കരുത് അല്ലേ. ഇല്ല, സ്പോയിലർ അല്ല, നിങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും കണ്ടാൽ മതി. അപ്പൊ അതില് അങ്ങനെ ചെയ്ത് എന്താണെന്നറിയോ? ഈ ആളുടെ കൂടെ നിൽക്കാനാണ്. ജോർജ് കുട്ടിക്ക് ഒരു പ്രശ്നം വന്നാൽ ജോർജ് കുട്ടി എല്ലാവരും അവരത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പരമാവധി എല്ലാവരും സഹായിക്കുന്നുണ്ട്, എല്ലാ ഉപകാരങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്തിനാണ്? കൂടെ നിൽക്കാനാണ്, ചതിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് തന്നെയാണ് അക്ബറും ചെയ്തത്. അക്ബർ എല്ലാവരുടെയും ഇഷ്ടം അക്ബർ നേടിയെടുക്കാനുള്ള, വെറുതെയാണോ ബാദുഷാ ഈ ഹിന്ദ് എന്ന് അക്ബറിനെ വിളിച്ചത്, അല്ലെ അക്ബർ ദ ഗ്രേറ്റ് എന്ന് വിളിച്ചത്? അക്ബർ അതിനുള്ള പണി ചെയ്തു. വാട്ട് ആർ ദ പോളിസീസ് അഡോപ്റ്റഡ് ബൈ അക്ബർ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ഹിസ് കിങ്ഡം? എന്ത് അദ്ദേഹത്തിന്റെ ഇത് നിർത്താൻ വേണ്ടി അദ്ദേഹം ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ അദ്ദേഹം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻ 1575 അക്ബർ ബിൽഡ് ഈബത് ഖാന ഇൻ ഫത്തേപൂർ സിക്രി. ഡൽഹിക്ക് അടുത്തുള്ള ഒരു സിറ്റിയുടെ പേരാണ് ഫത്തേപൂർ സിക്രി. ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഈബത് ഖാന എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് പണിയെടുപ്പിച്ചു. അതാണ് ഞാൻ കുറച്ച് നേരത്തെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചത്, ഈബത് ഖാന. ഇതിന്റെ പ്രത്യേകത എന്നറിയാമോ? മെനി സ്കോളേഴ്സ് ആൻഡ് ഡിഗ്നിറ്റോറിയൻസ് ഓഫ് ദ വേരിയസ് റിലീജിയൻസ് ഓഫ് ഗാദേർഡ് ഹിയർ. ഒരുപാട് പണ്ഡിതന്മാരും പഠിക്കുന്നവരും ആയിട്ടുള്ള ആളുകൾ, ഏത് മതപണ്ഡിതന്മാരും മതം പഠിക്കുന്നവരായിട്ടുള്ള ആളുകൾ. അന്നത്തെ കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മതമാണ് ഹിന്ദു മതവും ഇസ്ലാം മതവും. ഈ ഹിന്ദു മതത്തിലെയും ഇസ്ലാം മതത്തിലെയും ഒരുപാട് പണ്ഡിതന്മാർ ഇവിടെ വരും. അക്ബർ എല്ലാവരെയും സ്വീകരിക്കും, അക്സെപ്റ്റ് ചെയ്യും, വെൽക്കം ചെയ്യും. എന്നിട്ട് അക്ബർ ഒരു മതത്തെ അക്ബർ എന്ത് ചെയ്യില്ല, കുറ്റം പറയൂല, അല്ലെ? ചില ആളുകളുണ്ട് ഹിന്ദു മതത്തിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഇസ്ലാം മതത്തിനെ കുറ്റം പറയും. ചില ഇസ്ലാം മതത്തിലുള്ളവർ എന്ത് ചെയ്യും? ചിലപ്പോൾ ഹിന്ദു മതത്തെ കുറ്റം പറയും. ചിലവര് ഇസ്ലാം മതത്തിൽ നിന്ന് എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ഇസ്ലാം മതത്തിൽ തന്നെ കുറ്റം പറയും. ചിലവർ ഹിന്ദു മതത്തിൽ നിന്ന് വന്നിട്ട് ഹിന്ദു, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അക്ബർ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അക്ബർ 2 മതത്തിലെയും ആളുകളെ ആക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് അക്ബർ എന്ത് ചെയ്യും മക്കളെ? ഇതിന്റെ ഒരുപാട് നല്ല നല്ല വശങ്ങൾ എടുക്കും. ദ ഡിസ്കഷൻ സ്പീക്ക് വോളിയംസ് അബൌട്ട് അക്ബേഴ്സ് പോളിസീസ് ഓഫ് റിലീജിയസ് ടോളറൻസ്. അക്ബർ ഒരുപാട് ഇങ്ങനെ ചർച്ചകൾ ചെയ്യണം, മനസ്സിലായില്ലേ? ഇങ്ങനെ ഡിസ്കഷൻസ് ഒക്കെ ചെയ്യണം. അതിലൊന്നും അക്ബർ എന്ത് ചെയ്യുന്നു? റിലീജിയസ് ടോളറൻസ്, മത സഹിഷ്ണുത അക്ബർ എന്ത് ചെയ്യുന്നു? നേടിയെടുക്കുകയാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് അക്ബർ എന്ത് ചെയ്യുന്ന അറിയോ മക്കളെ? പുതിയൊരു റിലീജിയൻ തന്നെ ഉണ്ടാക്കി. ആ റിലീജിയന്റെ പേരാണ് ദിൻ ഇലാഹി. His visionary religions by combining the good aspects of all religion, especially Hinduism and Islam. അതായത് അക്ബർ ഹിന്ദു മതത്തെ കുറിച്ച് നന്നായിട്ട് പഠിച്ചു. അങ്ങനെ പഠിച്ചപ്പോൾ അക്ബറിന് ഒരു കാര്യം മനസ്സിലായി, ഈ മതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, അതേപോലെ ഇതിൽ കുറച്ച് തെറ്റായ കാര്യങ്ങളുണ്ട്. ഇസ്ലാം മതത്തെ കുറിച്ചും അക്ബർ നന്നായിട്ട് പഠിച്ചു. അപ്പോഴും അക്ബറിന് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഇതിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, അതേപോലെ ഒരുപാട് മോശം കാര്യങ്ങളുമുണ്ട് എന്ന് അക്ബർ തിരിച്ചറിഞ്ഞു. അങ്ങനെ അക്ബർ എന്ത് ചെയ്തു? ഹിന്ദു മതത്തിലെയും നല്ല കാര്യങ്ങളെയും ഇസ്ലാം മതത്തിലെയും നല്ല കാര്യങ്ങളെ എടുത്തിട്ട് അക്ബർ എന്ത് ചെയ്തു? പുതിയ മതം തന്നെ ഉണ്ടാക്കി. ആ മതം ഹിന്ദു മതത്തിലെ ഇസ്ലാം മതത്തിലെ നല്ല കാര്യങ്ങൾ മാത്രം, മോശം കാര്യങ്ങൾ കളഞ്ഞു, നല്ല കാര്യങ്ങൾ മാത്രം എടുത്തിട്ടാണ് അക്ബർ അങ്ങനെ ഒരു മതം ഉണ്ടാക്കിയത്. ദാറ്റ് ഈസ് കോൾഡ് ദിൻ ഇലാഹി. പിടികിട്ടിയെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ.
പിടിയിട്ടെങ്കിൽ ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഡയലോഗ് ഉണ്ട്. സുൽക്കുൽ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സുൽക്കുൽ. എന്താണ് സുൽക്കുൽ? പീസ് ടു ഓൾ, എല്ലാവർക്കും സമാധാനം. എല്ലാവർക്കും സമാധാനം. നമ്മൾ ജനങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്നതും ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നതും ചെയ്യുന്നത് എന്തിനാ? മനസ്സിനൊരു സമാധാനം കിട്ടാനല്ല. അല്ലാണ്ട് വേറൊരുത്തന്റെ മതത്തിനെ കുറ്റം പറയാൻ, അവനെ ഉപദ്രവിക്കാൻ പോകാനാണോ? അല്ലല്ലോ. നമ്മൾക്കൊരു സമാധാനം കിട്ടണം, നമ്മൾക്കൊരു സത്യസന്ധമായിട്ട് പ്രവർത്തിക്കാൻ തോന്നണം, അല്ലെ? നമുക്കൊരു വിശ്വാസം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അതല്ലേ അതിൻ്റെ ഉദ്ദേശം. അതാണ് അക്ബർ ഇവിടെ ഡെവലപ്പ് ചെയ്തെടുത്തത്. സുൽക്കുൽ, എല്ലാവരും സമാധാനത്തോട് കൂടിയിട്ട് ഇരിക്കണം. ഓക്കെ. ഹി എയിംഡ് ടു ക്ലാരിഫൈ ദ ഐഡിയാസ് ദാറ്റ് ഓൾ വിഷൻസ് ആർ ദ വെൽഫെയർ ഓഫ് ഹ്യൂമൻ ബീങ്സ്. അദ്ദേഹം ക്ലാരിഫൈ ചെയ്യണം. അക്ബർ നമുക്ക് മനസ്സിലാക്കി തരണം ഐഡിയ, ആശയങ്ങൾ, ദാറ്റ് ഓൾ വിഷൻസ്, എല്ലാ കാഴ്ചപ്പാടുകളും, ഫോർ ദ വെൽഫെയർ ഓഫ് ഹ്യൂമൻ ബീങ്സ്, മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരു പൂജ ചെയ്യുന്നു അമ്പലത്തിൽ, ഒരു പള്ളിയിൽ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഒരു ധ്യാനം ചെയ്യുന്നു, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി. അതിനേക്കാൾ ഉപരി നമുക്ക് സമാധാനം കിട്ടാനാ, മനുഷ്യന്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ. ദൈവത്തിന് നമ്മൾ സമാധാനം ഒന്നും കൊടുക്കണം, ദൈവം സമാധാനമായിട്ടിരുന്നു. നമുക്കാണ് സമാധാനം വേണ്ടത്, അല്ലെ? അപ്പൊ ഈ ലോകത്തുള്ള എല്ലാ പ്രവർത്തനങ്ങളും മനുഷ്യന്റെ സമാധാനത്തിനാണ് എന്ന് അക്ബർ പറഞ്ഞു. ഇതുകൊണ്ട് അക്ബറിന്റെ ഗുണം എന്താണെന്നറിയോ? അക്ബറിന്റെ മൈലേജ് കൂടി. ജനങ്ങള് അക്ബറിനെ ദൈവത്തെ പോലെ കാണാൻ തുടങ്ങി. എന്തൊരു നല്ല മനുഷ്യൻ, അല്ലെ? എല്ലാ മതങ്ങളും ഒരേപോലെ കാണുന്നു, എല്ലാവരുടെയും സമാധാനം അദ്ദേഹം ആഗ്രഹിക്കുന്നു, എല്ലാവർക്കും നല്ലത് വരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഇത് ജനങ്ങൾക്ക് ഫീൽ ചെയ്തു. അക്ബർ കൊള്ളാം. രാജ്യത്തെയും ജനങ്ങളെയും ഒക്കെ നമ്മൾ ബാഹുബലി സിനിമയിൽ ബാഹുബലിനെ കാണുന്ന പോലെയാണ് എല്ലാവരും അക്ബറിനെ കാണാൻ തുടങ്ങിയത്. പിടികിട്ടിയെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ, പിടികിട്ടിയെങ്കിൽ. യെസ്. അപ്പൊ ചോദിക്കും, ഇത് അക്ബർ പൊതുവെ ചെയ്ത്. ഇനി അക്ബർ പൊളിറ്റിക്കലി ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അതായത് രാജ്യത്തിന് വേണ്ടിയിട്ട് അക്ബർ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്തേക്ക് വരാം. അദ്ദേഹം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജസിയ എന്ന് പറയുന്ന ഒരു ടാക്സ് ഉണ്ടായിരുന്നു. അബോളിഷൻ ഓഫ് ദ ടാക്സ് കോൾഡ് ജസിയ. എന്താണ് ജസിയ എന്ന് പറയുന്ന ഒരു ടാക്സ്? മക്കളെ, അക്ബർ ഭരിക്കുന്നത് വരെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ബാബറും ഹുമയൂണാണ്. അപ്പൊ അന്ന് ഈ മുഗൾ എംപയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു മുസ്ലിം ഭരണാധികാരിയുടെ സാമ്രാജ്യമാണ് മുഗൾ സാമ്രാജ്യം. അപ്പോൾ ഇവര് മുസ്ലിം അല്ലാത്ത ഈ രാജ്യത്തുള്ള ആൾക്കാർ അടയ്ക്കേണ്ട ഒരു ടാക്സ് ഉണ്ട്. ആ ടാക്സിന്റെ പേരാണ് ജസിയ. അപ്പൊ ചോദിക്കും, അതെന്താണ് സാറേ മുസ്ലിം അല്ലാത്തവരെ ടാക്സ് വാങ്ങിക്കുന്നത്? അതായത് ഇവര് അന്ന് ഈ സുരക്ഷിതരല്ല, ഹിന്ദുക്കളും ബുദ്ധരും ഒക്കെ ഈ രാജ്യത്ത് സുരക്ഷിതരല്ല. രാജ്യത്ത് തന്നെയുള്ള മറ്റ് മുസ്ലിം എന്താ പറയുക ജനങ്ങൾ ചിലപ്പോൾ ഇവരെ ആക്രമിക്കുക. കാരണം അവര് ഭൂരിപക്ഷവും ഇവര് ന്യൂനപക്ഷമൊക്കെ ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. അല്ലെങ്കിൽ അപ്പൊ ഇവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് മുഗൾ സാമ്രാജ്യത്തിന്റെ അത്യാവശ്യമാണ്, ഈ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള ഹിന്ദുക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ അവിടെയുള്ള ബുദ്ധർ അല്ലെങ്കിൽ ജൈന മതസ്ഥരൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം പട്ടാളത്തെയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരുന്നു ഇവരിൽ നിന്നും ജസിയ എന്ന് പറയുന്നൊരു ടാക്സ് ഹുമയൂണും ബാബറൊക്കെ പിരിച്ചിരുന്നത്. അക്ബർ ആദ്യം തന്നെ ആ ടാക്സ് അങ്ങോട്ട് എടുത്തു കളഞ്ഞു. വേണ്ട, ഇവിടെ മതത്തിന്റെ പേരിൽ ഒരു ടാക്സ് വേണ്ട, റിലീജിയന്റെ പേരിൽ ഒരു ടാക്സ് വേണ്ട. അക്ബറിന്റെ മൈലേജ് കൂടൂലേ? ജനങ്ങൾക്ക് കൂടുതൽ അക്ബറിന് ഇഷ്ടാവല്ലേ ഉള്ളൂ. ശരിയാണെങ്കിൽ ഒന്ന് വീശി കാണിച്ചേ. ശരിയാണെങ്കിൽ യെസ്, ഇതാണ് അക്ബർ ചെയ്തൊരു കാര്യം. അടുത്തത്, പീപ്പിൾ ഫ്രം ഓൾ സെറ്റ് വെയർ ട്രീറ്റഡ് ഈക്വലി. എല്ലാ ജനങ്ങളെയും അക്ബർ ഒരേപോലെയാണ് കണ്ടിരുന്നത്. സെറ്റ് എന്ന് വെച്ചാൽ വിഭാഗങ്ങൾ. പീപ്പിൾ ഫ്രം ഓൾ സെറ്റ്, എല്ലാ വിഭാഗം ജനങ്ങളെയും, ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും പണക്കാരെയും പാവപ്പെട്ടവനെയും കച്ചവടക്കാരനെയും കൂലിപ്പണി ചെയ്യുന്നവനെയും കൃഷിക്കാരനെയും എല്ലാവരെയും അക്ബർ ഒരേപോലെ കാണാൻ തുടങ്ങി. എല്ലാവർക്കും ഈക്വൽ ജസ്റ്റിസ് പ്രൊവൈഡഡ് ബൈ ദ കോർട്ട് ഓഫ് അക്ബർ. അപ്പൊ അതാണ് അക്ബറിന്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ആയിട്ട് പറയുന്നത്. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ച മക്കളെ. ഓക്കെ ആണെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് പിടിയിട്ട്. ഇനി മൂന്നാമത് അക്ബർ ചെയ്തൊരു കാര്യമുണ്ട്. അക്ബർ മുഗൾ എംപയർ ആരംഭിക്കുന്നതിന് മുമ്പ്, അതായത് ബാബർ ഒക്കെ വരുന്നതിന് മുമ്പ് ഇവിടെ സുൽത്താൻമാർ ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അതിനു മുമ്പ് ഇന്ത്യ ഭരിച്ചിരുന്നത് ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്ന രജപുത്രർ എന്ന് പറയുന്ന ആൾക്കാരാണ്. ഇവരെ തോൽപ്പിച്ചിട്ടാണ് സുൽത്താൻ ഭരണം ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സുൽത്താൻ ഭരണത്തെ തോൽപ്പിച്ചുകൊണ്ടാണ് മുഗൾ ഭരണം ഇന്ത്യയിൽ വരുന്നത്. അപ്പോ ഈ രജപുത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അവർ പമ്മിയിരിക്കുകയാണ്. അവരുടെ കയ്യിൽ രാജ്യമില്ല, അധികാരമില്ല, പക്ഷെ അവരുടെ കയ്യിൽ പണമൊക്കെ ഉണ്ട്. അവർ പക്ഷെ ഒതുങ്ങിയിരിക്കുകയാണ്. എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ മുഗൾ രാജാവിനെയും വധിച്ച് രാജ്യം തിരിച്ചു പിടിക്കണം എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവർ ഇരിക്കുന്നത്. ഇത് അക്ബറിന് മനസ്സിലായി. ഇവര് രജപുത്രര് തക്കം പാർത്തിരിക്കുകയാണ് അക്ബറിനെ വകവരുത്താൻ എന്ന് അക്ബറിന് മനസ്സിലായി. അപ്പൊ നമ്മളൊക്കെയാണെങ്കിൽ എന്ത് ചെയ്യും? എന്നെ വകവരുത്താൻ, അന്ന് ഞാൻ അവനെ പോയി വകവരുത്തും, അങ്ങനെയല്ലേ ചെയ്യാം. പക്ഷെ അക്ബർ എന്താണെന്ന് ചെയ്തേ?
ഈ രജപുത്രരെ മൊത്തം അക്ബറിന്റെ കൊട്ടാരത്തിലോട്ട് വിളിപ്പിച്ചിട്ട് ഇവർക്ക് കിഡിലൻ ഓഫർ, മന്ത്രി സ്ഥാനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രജപുത്രന്മാരായിട്ടുള്ള ബീർബൽ, മൻസിംഗ്, രാജാ തൊഡർമാൾ മുതലായിട്ടുള്ള ആളുകൾക്ക് ആഭ്യന്തരം, ധനകാര്യം, അല്ലെങ്കിൽ റവന്യൂ, അല്ലെങ്കിൽ PWD, പൊതുമരാമത്ത്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ കൊടുത്ത് പ്രധാനപ്പെട്ട മന്ത്രിമാരാക്കി മാറ്റി. അപ്പൊ അവർക്ക് അക്ബറിനോടുള്ള ദേഷ്യം കുറയൂലേ? കാരണം ഇത്രയും കാലം അവരെ കണ്ടിരുന്നു പോലുമില്ല. ദേഷ്യം കുറയൂലേ മക്കളെ? ഈ ബീർബൽ ആയിക്കോട്ടെ, രാജാ തൊഡർമാൽ ആയിക്കോട്ടെ, ഭഗവൻ ദേവദാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താ പറയാ, അങ്ങനെ മൻസിംഗ് ആയിക്കോട്ടെ, ഇവർക്ക് എല്ലാവർക്കും അക്ബറിനോടുള്ള ആ ദേഷ്യം കുറയും. ശരിയാണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, സാറേ മന്ത്രിയല്ലേ ആയുള്ളൂ, വേണമെങ്കിൽ അവർക്ക് രാജാവിന്റെ കൊട്ടാരത്തിൽ കയറിയ സ്ഥിതിക്ക് അക്ബറിനെ കൊന്ന് വേണമെങ്കിൽ അവർക്ക് രാജാവായിക്കൂടെ എന്ന് നിങ്ങൾ ചിന്തിക്കും. അതിന് അക്ബർ വേറൊരു പണി ചെയ്തു. എന്തായെന്നറിയോ? ഈ രജപുത്ര കുടുംബത്തിലെ ബീർബലിന്റെയും രാജാ തൊഡർമാലിന്റെയും ഭഗവത് ദേവദാസിന്റെ ഒക്കെ അനിയത്തിമാരും ചേച്ചിമാരൊക്കെ ഇല്ലേ, പെങ്ങന്മാരില്ലേ, അവരെ അക്ബറും അക്ബറിന്റെ റിലേറ്റീവ്സും കല്യാണം കഴിച്ചു. കാരണം അക്ബർ അപ്പൊ ചോദിക്കും, ഹിന്ദുക്കളും മുസ്ലിംസും കല്യാണം കഴിക്കും. അക്ബറിന് ജാതി മതത്തിലൊന്നും വിശ്വാസമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അക്ബറും അക്ബറിന്റെ റിലേറ്റീവ്സും, അക്ബർ ആൻഡ് ഹിസ് റിലേറ്റീവ്സ് വെർ മാരീഡ് ബൈ ദ രജ്പുത് ലേഡീസ്, രജപുത്ര സ്ത്രീകളെ ഇവർ വിവാഹം കഴിച്ചു. ഇനി നോക്കിയേ, സ്വന്തം അളിയനെ കൊല്ലാൻ ആരെങ്കിലും കൂട്ടിക്കോ? ബീർബലോ അല്ലെങ്കിൽ രാജാ തൊഡർമാലോ അല്ലെങ്കിൽ ഭഗവൻ ദേവദാസോ ആരെങ്കിലും കൊല്ലുവോ? ഇവരൊക്കെ ഇപ്പൊ ആരായി മക്കളെ? ഒരു കുടുംബക്കാരായി. സാർ പറഞ്ഞ ക്ലിയർ ആയെന്ന് കൈവച്ച് കാണിച്ചേ. സാർ പറഞ്ഞ ക്ലിയർ ആയെങ്കിൽ യെസ്, അതാണ് അക്ബർ. അക്ബറിന്റെ ഐഡിയ മനസ്സിലായില്ലേ? വേർ പ്രോമിനൻസ് എമോങ് ദോസ് ഹു ഹെൽഡ് ഹൈ പൊസിഷൻ ഇൻ ദ റോയൽ കോർട്ട് ഓഫ് ദ എംപറർ അക്ബർ. ഇവർക്ക് ഇവരുടെ അക്ബറിന്റെ രാജകീയ സദസ്സിൽ വലിയ സ്ഥാനമാനങ്ങൾ അക്ബർ എന്ത് ചെയ്തു? വാഗ്ദാനം ചെയ്തു കൊടുത്തു. ഓക്കെ, ഇത്രയും കാര്യം പിടിയിട്ടേക്കുന്നു സാർ. ഇന്നെടുത്ത് ഇത്രയും കാര്യങ്ങൾ പിടിയിട്ടേക്കുന്നു കൈവച്ച് കാണിച്ചേ. യെസ്. അപ്പോ ഇന്ന് സാർ എടുത്ത കാര്യങ്ങൾ ഒന്നുകൂടെ സാറ് പറയാം. അപ്പൊ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് മെഡീവൽ ഇന്ത്യ അഥവാ മധ്യകാല ഇന്ത്യ എന്നാണ്. അപ്പൊ മധ്യകാല ഇന്ത്യയിലെ രണ്ട് പ്രധാനപ്പെട്ട സാമ്രാജ്യങ്ങളായിരുന്നു മുഗൾ എംപയറും അതേപോലെ തന്നെ വിജയനഗര എംപയർ. മുഗൾ എംപയറിന്റെ മുഖമുദ്രയായിട്ടുള്ള റെഡ് ഫോർട്ടും വിജയനഗര എംപയറിന്റെ മുഖമുദ്രയായിട്ടുള്ള ഫേസ് ആയിട്ടുള്ള ഹംപി എന്ന് പറയുന്ന സിറ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ നേരെ പോയത് മുഗൾ എംപയർ എന്താണെന്നാണ് പറഞ്ഞത്. മുഗൾ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്തത് ബാബർ ആണെന്ന് പറഞ്ഞു. അതിന്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് ഡൽഹി ആയിരുന്നു എന്ന് പറഞ്ഞു. 1526 മുതൽ 1557 വരെ ആയിരുന്നു മുഗൾ എംപയർ കാലഘട്ടം എന്ന് പറഞ്ഞു. മുഗൾ എംപയറിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരല്ല ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ് എന്നിവരെ കുറിച്ച് പറഞ്ഞു. മുഗൾ എംപയർ വളരെ വാസ്റ്റ് ആയിട്ടുള്ള, വളരെ വലിപ്പമേറിയ ഒരു എംപയർ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അത് ഒരു മാപ്പിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അതായത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു മാപ്പാണ്, ഇത്രത്തോളം വലുതായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ മുഗൾ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായ പ്രിയങ്കരനായിട്ടുള്ള ആരായിരുന്നു? അബുൽ ഫത്ത് ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ എന്ന് പറയുന്ന അക്ബർ ദ ഗ്രേറ്റ്. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു. അക്ബറിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു, അല്ലെ ഫീച്ചേഴ്സ് ഓഫ് അക്ബർ, അക്ബറിന്റെ പ്രത്യേകതകൾ എന്തായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. പോളിസീസ് അഡോപ്റ്റഡ് ബൈ അക്ബർ, അക്ബർ നടപ്പിലാക്കിയ നയങ്ങൾ ഓരോന്ന് പറഞ്ഞു. ആദ്യം അദ്ദേഹം ഈബദ്ഖാന പണി കഴിപ്പിച്ചത്, അതിന്റെ പിന്നാലെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പുതിയ മതം ദിൻ ഇലാഹി എന്ന് പറഞ്ഞൊരു മതത്തെ കുറിച്ച് പറഞ്ഞു. സുൽക്കുൽ എന്നതായിരുന്നു, അതായത് പീസ് ടു ഓൾ എന്നാണ് അതിന്റെ മുഖമുദ്ര എന്ന് പറഞ്ഞു. ജസിയ എന്ന് പറഞ്ഞ ടാക്സ് അദ്ദേഹം എടുത്തു കളഞ്ഞ കാര്യം പറഞ്ഞു. രാജാ തൊഡർമാലിനും ഭഗവൻ ദേവദാസിനും ബീർബലിനും മൻസിംഗിനായിട്ടുള്ള രജപുത്രരായിട്ടുള്ള ആളുകൾക്ക് അദ്ദേഹം മന്ത്രിസ്ഥാനം വരെ കൊടുത്തു, ഹൈ പൊസിഷൻ വരെ കൊടുത്തതും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യം ഓക്കെ അല്ലേ മക്കളെ? ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുമോ? ഇത്രയും പറഞ്ഞത് സാറ് ചോദിച്ചാൽ കിട്ടുമോ? കിട്ടുന്ന ഉറപ്പുള്ളവരും കൈവച്ച് കാണിച്ചേ. ഓക്കെ, എന്നാൽ നമുക്കൊരു ചോദ്യം കൊടുക്കാം അല്ലേ ശ്രീ സാറേ? യെസ് മക്കളെ, ഇന്നാ പിടിച്ചോ ഒരു കിടിലൻ ചോദ്യം. ഹു എസ്റ്റാബ്ലിഷ് മുഗൾ റൂൾ ഇൻ ഇന്ത്യ 1526? 1526 ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ എ അക്ബർ, ഓപ്ഷൻ ബി ബാബർ, ഓപ്ഷൻ സി ഷാജഹാൻ ആൻഡ് ഓപ്ഷൻ ഡി ഔറംഗസേബ്. നിങ്ങൾക്ക് ഒരു പോൾ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് മക്കളെ. എ ആണെങ്കിൽ എ ക്ലിക്ക് ചെയ്യുക, ബി ആണെങ്കിൽ ബി ക്ലിക്ക് ചെയ്യുക, സി ആണെങ്കിൽ സി ക്ലിക്ക് ചെയ്യുക, ഡി ആണെങ്കിൽ ഡി ചെയ്യുക. ഏതാണ് എന്ന് നോക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരാളോട് ചോദിക്കുകയും ചെയ്യാമല്ലോ സാറേ? ഓക്കെ, ആരോട് ചോദിക്കാം?
നമ്മുടെ സ്വന്തം മുഹമ്മദ് വസീൻ. ഹായ് മോനെ. അൺമ്യൂട്ട് ചെയ്ത് മോനെ. ഗുഡ് ഈവനിങ് മോനെ. ഹു എസ്റ്റാബ്ലിഷ് മുഗൾ എംപയർ ഇൻ ഇന്ത്യ? ഓപ്ഷൻ ബി ബാബർ. മോനെ അവനൊരു കൈയോട് കൊടുത്ത് എല്ലാവരും കൊടുത്തോ. ദാറ്റ്സ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ബാബർ. യെസ്, വെരി ഗുഡ്. അപ്പൊ അത് നിങ്ങൾ പഠിച്ചു. ഇനി ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാം അല്ലേ സാറേ? അടുത്തൊരു ചോദ്യമാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ് എന്റെ വിശ്വാസം. വാട്ട് വാസ് ദ ക്യാപിറ്റൽ ഓഫ് മുഗൾ എംപയർ? അങ്ങനെ വേർ വാസ് എന്നായിരുന്നു, കുഴപ്പമില്ല. മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കാബൂൾ, ഓപ്ഷൻ ബി ആഗ്ര, ഓപ്ഷൻ സി ലാഹോർ ആൻഡ് ഓപ്ഷൻ ഡി ഫത്തേപൂർ സിക്രി. ഏതാണ്? കാബൂൾ ആണോ, ആഗ്രയാണോ, ലാഹോർ ആണോ? ഏതാണ് നമ്മുടെ മുഗൾ എംപയറിന്റെ ക്യാപിറ്റൽ? ഇത് ഇത്തിരി ടഫ് ക്വസ്റ്റ്യൻ ആണ് എന്ന് എനിക്കറിയാം. ചില ആളുകൾ ഇത്തിരി ഇതായി പോവും. എന്നാലും നമുക്ക് ഒന്ന് നോക്കാം. ആരോട് ചോദിക്കാം? ആരാണ്? ജോന, നമ്മുടെ ജോന. ഹായ് ജോന. ടഫാണോ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഏതാണ്? ആഗ്രയാണെന്നാണ് പറയുന്നത് അല്ലെ? ആഗ്രയാണെന്നാണ് പറയുന്നത്. ചില കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്, ആഗ്ര എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് വേറെ ആളോട് ചോദിച്ചു നോക്കാം. അമ്രത്. ഹായ് മോനെ. ഗുഡ് ഈവനിങ് മോനെ. Yes, very good. That is right answer. Option D, ഫത്തേപൂർ സിക്രി. ഫത്തേപൂർ സിക്രി ആയിരുന്നു മുഗൾ ക്യാപിറ്റൽ. ഡൽഹി ആയിരുന്നു. ഡൽഹിയിൽ നിന്നും നീങ്ങി ഫത്തേപൂർ സിക്രി. ഫത്തേപൂർ സിക്രി ക്ലിയർ ചെയ്ത ആൾക്കാരൊന്ന് കൈവശം കാണിച്ചേ. സാറേ ഞാൻ ഫത്തേപൂർ സിക്രി ആണ് കൊടുത്തത്. USSനൊക്കെ പ്രിപ്പയർഡ് ആവേണ്ട കുട്ടികൾ ഉണ്ട് ഇവിടെ. അപ്പൊ നിങ്ങൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു നിർത്താല്ലേ സാറേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ നിർത്തുകയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് റിലീജിയൻസ് വാസ് ക്രിയേറ്റഡ് ബൈ അക്ബർ? അക്ബർ രൂപീകരിച്ച മതം ഏതാണ്? ഇസ്ലാം, ഹിന്ദുയിസം, ദിനിലാഹി, സിഖിസം. ഏതാണ്? ഇത് എല്ലാവർക്കും വളരെ സിമ്പിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് വേറെ ഒരാളോട് ചോദിച്ചു നോക്കാം. ആരാണ്? മിസ്ന. ഹായ് മിസ്ന. ഗുഡ് ഈവനിങ് മോനെ. Yes, that is right answer. ദിന്നിലാഹി. അക്ബർ എസ്റ്റാബ്ലിഷ് ചെയ്ത മതത്തിന്റെ പേര് ദിന്നിലാഹി എന്നാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് പോളിസി ഓഫ് അക്ബർ പഠിക്കണം, മുഗൾ എംപയറിന്റെ പ്രത്യേകത പഠിക്കണം, മുഗൾ പ്രധാനപ്പെട്ട രാജാക്കന്മാരെ പഠിക്കണം. ഇപ്പൊ ഈ സാറ് തന്ന കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളും പഠിക്കണം കേട്ടോ. ഇതൊക്കെ നമ്മുടെ എക്സാമിനൊക്കെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടാണ്. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ അപ്പൊ ഫസ്റ്റ് ദിവസം നമ്മൾ സോഷ്യൽ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞു അല്ലെ? സിമ്പിൾ. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റ് ഒക്കെ കിട്ടും. ആ ടെക്സ്റ്റ് ഒക്കെ എടുത്ത് എന്ത് ചെയ്യണം? നന്നായിട്ടൊക്കെ ഒന്ന് വായിക്കണം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ സാറ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ സാറേ? നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം മക്കളെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ല അടിപൊളി ദിവസം, നല്ല ഫുഡൊക്കെ കഴിക്കുക, നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം. നാളെ സ്കൂളിൽ പോകണം, മറക്കരുത്. അപ്പോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടാറ്റാ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ റീജോയിൻ ചെയ്യണം. ബാക്കിയുള്ള എല്ലാവർക്കും ലീവ് ചെയ്യാം കേട്ടോ.